പ്രിയ കൂട്ടുകാർക്ക് ഏവർക്കും വോയേജ് എയർ കണ്ടീഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരും പല വീഡിയോയിൽ കൂടെ എൻ്റെ പേരെന്താണെന്നും സ്ഥലം എവിടാനും ഒക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ചില വീഡിയോകളിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ പേര് മെറി എന്നാണ്, മെറി ജോസഫ് എന്നാണ്. എൻ്റെ സ്വദേശം കായംകുളമാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒമാനിലാണ്. അപ്പോൾ വായോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. AC തണുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ നമ്മളെ വിളിച്ചത്. അപ്പോൾ നമ്മളവിടെ ചെന്ന് നോക്കിയപ്പോൾ റൂം ടെമ്പറേച്ചറൊക്കെ നോക്കിയപ്പോൾ 31, 32 ഇങ്ങനെയൊക്കെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത്യാവശ്യം തണുപ്പ് വരുന്നില്ല എന്ന് തന്നെ സാരമായി കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് AC പാനലൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അമ്പടാ കണ്ടോ എന്തോരോ ഐസ് അവിടെ ഇരിക്കുന്നതെന്ന് നോക്കി. അപ്പോൾ AC തണുക്കാത്തതിൻ്റെ കാരണം ഈ ഐസാണ്. അപ്പോൾ ഈ ഐസ് ഇപ്പോൾ എങ്ങനെ പോകും? കുറച്ചേരം AC ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ഐസ് അങ്ങ് പോകും. പക്ഷേങ്കിൽ അപ്പോൾ വീണ്ടും ഐസ് വരും. അപ്പോൾ നമ്മൾ ഐസ് മാറ്റലല്ല നമ്മുടെ പ്രധാനമായ ലക്ഷ്യം. നമ്മൾ നോക്കേണ്ടത് ഈ ഐസ് വരാനുള്ള കാരണം എന്താണെന്നോ അത് കണ്ടുപിടിച്ച് അതിന് സൊല്യൂഷൻ കാണലാണ്. അപ്പോൾ 3-4 കാരണങ്ങൾ മാത്രമാണ് ഐസ് ഫോം ചെയ്യാനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പുതിയ AC ആണ്, അധികം നാളായിട്ടൊന്നുമില്ല ഇത് ഇൻസ്റ്റാൾ ചെയ്ത് പോയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നോക്കിയപ്പോൾ തന്നെ ഫിൽറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇപ്പം ഞാനത് കൈകൊണ്ട് തുടച്ച് മാറ്റിയതാണത്. എന്നാലും ഐസ് വരണ്ടത്തക്ക രീതി ഉണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ടായി. അപ്പോൾ അതിൻ്റെ മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണോ അത് ഞാനിങ്ങനെ തേടി പോകുമ്പം ഈ ഐസിൽ തൊട്ട് കളിക്കാനൊക്കെ തോന്നിയിട്ട് ഞാനിങ്ങനെ ഐസിലൊക്കെ തൊട്ട് തലോടിക്കൊണ്ടിരിക്കുന്നു. ഏതൊക്കെ ഭാഗത്താണ് ഐസ് വന്നതെന്ന് നോക്കി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലോട്ടുമാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഐസൊക്കെ ഞാനിങ്ങനെ ചിരണ്ടിയെടുത്ത് ആഹാ എന്താ തണുപ്പ്. നമ്മുടെ നീ കൂടെ വന്നേക്കുന്ന ടെക്നീഷ്യന്മാരുടെ ദേഹത്തോട്ടൊക്കെ വലിച്ചെറിയുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ഒരു മനസ്സുഖം അത്രയേ ഉള്ളൂ. അപ്പം വായോ നമുക്ക് എന്തായാലും ഇത് കാണാം, എന്തുകൊണ്ടാണ് ഐസ് വന്നേക്കുന്നതെന്ന് ഓരോ കാരണങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ ടെക്നീഷ്യനോട് ഞാൻ AC കാര്യങ്ങളൊന്ന് ഓഫാക്കുക എന്നിട്ടൊന്ന് ഓണാക്കുക എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഓഫാക്കാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത്. സ്വിച്ചിൽ ഓഫ് ചെയ്യാൻ തന്നെ പറഞ്ഞ്. കാരണം എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ ഐസ് വരാനുള്ള ഞാൻ കാരണം പറഞ്ഞില്ലേ, 1 ഫിൽറ്റർ ബ്ലോക്ക് കൊണ്ട് സംഭവിക്കാം, 2 ഈ ഫാൻ കണ്ടോ ഈ ബ്ലോവർ, ഈ ഫാനിൽ അഴുക്കിടുന്നാലും സംഭവിക്കാം. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ആഹാ അത് പുതിയതുപോലാണല്ലോ, അവിടെ അഴുക്കൊന്നും കാരണമൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ബ്ലോവറിൻ്റെ അഴുക്ക് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കി. എന്നാൽ നമ്മൾ കറക്കി ഏതെങ്കിലും സൈഡിൽ അഴുക്കുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി കറക്കി നോക്കി. എന്നിട്ട് ഞാൻ നമ്മുടെ സൂഡാനി ടെക്നീഷ്യനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ മുകളിലോട്ട് കയറ്, ഞാൻ ഫാനിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ മാറ്റാം. അപ്പോൾ അത് ലോ സ്പീഡ്, മീഡിയം, ഹൈ ഇതിനകത്തോട്ടൊക്കെ ഞാൻ മാറ്റിയിട്ട്. കാരണം ഒരു പക്ഷേ ഇങ്ങനെ ബ്ലോവർ വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ, ഏതെങ്കിലും കാരണവശാൽ ചില സമയത്ത് ഒരു സ്പീഡ് മാത്രം വർക്കാകാതിരിക്കുകയും അപ്പോൾ കസ്റ്റമർ ബൈ ചാൻസിൽ ആ സ്പീഡിലിടുന്നെങ്കിൽ ഫാൻ കറങ്ങത്തില്ല. അപ്പം ഔട്ട്ഡോറിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോയിട്ട് ഔട്ട്ഡോർ വർക്കാവും, ഇൻഡോറിലോട്ട് ഗ്യാസ് ഫ്ലോ ചെയ്തിട്ട് ഐസ് പിടിക്കാം ഫാൻ വർക്കാതെ. അപ്പോൾ നോക്കിയപ്പോൾ അതൊന്നുമല്ല, അവൻ ഓരോ സ്പീഡും ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കിനി അടുത്ത് നോക്കേണ്ടത് ഔട്ട്ഡോറിൽ പോയി നോക്കാം. കാരണം ഔട്ട്ഡോറിൽ അഴുക്കിരുന്നാലും സംഭവിക്കാം. പിന്നെ നമ്മളിതിനകത്ത് ഫില്ല് ചെയ്യുന്ന ഗ്യാസ് ഉണ്ടല്ലോ, റെഫ്രിജറൻറ്റ് അതാണ്. ഓക്കെ അപ്പോൾ അതിൽ കുറവുണ്ടെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു കപ്പ് ഊഴി നോക്കിയപ്പോഴത്തേക്ക് ദാണ്ടെ ഇതിൻ്റെ സെക്ഷൻ പൈപ്പിൽ ഐസിരിക്കുന്നത്. അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് തട്ടി അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ച് ആസ്വദിച്ചിട്ട് ഞാൻ നമ്മുടെ പയ്യന്മാരോട് പറഞ്ഞു, എടാ മക്കളെ ആ ഗേജിന് എടുത്തുകൊണ്ട് വാടാന്ന്. അങ്ങനെ ആ ഗേജൊക്കെ അവരെടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഞാൻ ആ നട്ടൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് പതിയെ ഗേജ് കണക്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇത് 410 ഗ്യാസാണ്. നോർമലായിട്ട് കമ്പനിയൊക്കെ പറയുന്നത് 120, 150, 170 വരെയൊക്കെ, 120 മുതൽ 150 വരെയൊക്കെ ഓക്കെ, 160 വരെയൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു ബിലോ 70 ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗ്യാസിൻ്റെ കാരണങ്ങൾ കൊണ്ട്, റെഫ്രിജറൻറ്റിൻ്റെ കാരണങ്ങൾ കൊണ്ട് ഐസ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഞാനതൊക്കെ ഇപ്പം നമ്മൾ വീണ്ടും ഓഫാക്കിയിട്ട് ഓണാക്കിയതല്ല, ഔട്ട്ഡോർ എടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ തന്നെ 120 എബോവ് ഗ്യാസ് പോയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഗ്യാസിൻ്റെ കാരണമല്ല. ഷെടാ പിന്നെന്താടാ നോക്കാൻ വേണ്ടി ചുമ്മാ ഒന്ന് ഞാൻ ഔട്ട്ഡോറിൻ്റെ പുറകെ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടെ കാണാൻ വല്ല ഡസ്റ്റ് ഉണ്ടോ, ഈ ഔട്ട്ഡോറിൻ്റെ ഫാന് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അതൊക്കെ നോക്കിയപ്പോൾ ഓക്കെയാണ്, അവിടെ ഒരു പ്രശ്നവും കാണുന്നില്ലെന്നേ. എന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റായി. അപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും നോക്കിയപ്പോൾ 150 നിയറായി. അപ്പോൾ അത് ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടല്ല എന്നുള്ള ഒരു അനുമാനത്തിലും എത്തി. അപ്പോൾ പിന്നെ നമ്മളിനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കി ഇവിടെ ചുറ്റിപ്പറ്റി എന്നിട്ട് കാര്യമൊന്നും ഇല്ല എന്ന് മനസ്സിലായിട്ട് നമ്മൾ താഴോട്ട് പോയി. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം നമുക്ക് സംശയം തോന്നിയത് ഫിൽറ്ററിൻ്റെ ആണേ കേട്ടോ.
പക്ഷേ ഒരു വീഡിയോ നമ്മൾ എടുത്തു കഴിയുമ്പോൾ എല്ലാവരും കാണണമല്ലോ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഒരു കാരണങ്ങൾ കൊണ്ടാണെന്ന് വിചാരിച്ച് പോകുമ്പോൾ പിന്നെ ആ ക്ലയൻറ്റ് നമ്മളെ വിളിക്കുന്നത് മോശമല്ലേ? അപ്പോൾ വിളിച്ച് വീണ്ടും ഞങ്ങൾ താഴെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്താ ഐസെല്ലാം പോയെന്നേ. അതായത് നമ്മൾ ഇതുകൂട്ടി ഇൻഡോർ ഓപ്പൺ ചെയ്ത് വെച്ച് ഫിൽറ്റർ ഊരി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഏറെക്കുറെ ഒരു 70% ഞാനങ്ങ് ഉറപ്പിച്ച് ഫിൽറ്ററിൻ്റെ ബ്ലോക്ക് കൊണ്ടാണെന്ന്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാരണമുണ്ടല്ലോ, നമ്മൾ അതാണെന്നും പറഞ്ഞ് നമ്മൾ ഇട്ടിട്ടങ്ങ് പോവും. ഫിൽറ്റർ വാഷ് ചെയ്ത്, അപ്പോൾ ഞാൻ വാഷ് ചെയ്യാൻ ഓൾറെഡി നമ്മുടെ ടെക്നീഷ്യന്മാരോട് പറഞ്ഞ് അവിടെ അത് വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ഏത് കംപ്ലയിൻറ്റിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോയാലും നമുക്കിപ്പോൾ ഒരു പ്രഥമമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്ത വരുമല്ലോ. അപ്പോൾ ഈ കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കംപ്ലയിൻറ്റ് മാത്രം നന്നാക്കിയിട്ട് അങ്ങ് പോകരുത്. കാരണം അത് ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഇന്ന കംപ്ലയിൻറ്റ് വരാമെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കി എടുത്ത് വെച്ചതിന് ശേഷം അതൊക്കെ ഓരോന്നും നമ്മൾ കുറച്ച് സമയം പോയാൽ പോയിക്കോട്ടെ. സമയത്തിനേക്കായി വലുത് നമ്മുടെയൊക്കെ ഗുഡ് വില്ലാണ്. നമ്മൾ ഓരോ ടെക്നീഷ്യന്മാരും ഓരോ പ്രൊഫഷണലും നമ്മൾ ഓരോ AC കൈ വെക്കുമ്പോഴും പിന്നീട് റിപ്പീറ്റായിട്ട് അതേ കംപ്ലയിൻറ്റ് വരാൻ പാടില്ല. അപ്പം ഞാനിപ്പോൾ ഗ്രിൽ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് വെച്ചതേ ഉള്ളൂ. അപ്പം തന്നെ സെറ്റാണ്, 10 ഒക്കെ വന്നുകൊണ്ട് ഓക്കെയാണ്. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു വരികയാണ്. അപ്പോൾ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പോസിബിലിറ്റിയിൽ ആ ഒരു കംപ്ലയിൻറ്റ് വരാൻ സാധ്യതകളുണ്ടോ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടെ കൂളിംഗ് കോയിലിൽ എവിടെയെങ്കിലും ഡസ്റ്റ് ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഡസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ പയ്യനോട് പറഞ്ഞ് കയറിയിട്ട് എൻ്റെ പാലിൽ മൊത്തം അഴിച്ചിറക്ക്. നമുക്കാണ് അത് എന്തിനാ പാലിൽ അഴിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അവർ പാലിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവ്വം തന്നെ അഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം കേട്ടോ. നമ്മൾ എന്ത് കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്താലും ഒരു കാരണവശാലും നമ്മുടെ ഗുഡ് വില്ല് പോകരുത്. പിന്നെ നമ്മൾ ചെയ്തിട്ട് പോയൊരു കംപ്ലയിൻറ്റ് വേറൊരു ടെക്നീഷ്യനെ വിളിച്ച് ആ കസ്റ്റമർ നന്നാക്കാൻ ഇടയാകുകയും ചെയ്യില്ല. കാരണം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ എന്നാ വിലയാണേ ഉള്ളത്. നമ്മളൊക്കെ പിന്നെ എന്നാത്തിനാ പണി അറിയാതെ നടക്കുന്നത്? അങ്ങനെ നടന്നിട്ടൊരർത്ഥമില്ലല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ പൊന്നാശാനെ ഈ AC ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ? കാരണം അവൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണീരിങ്ങനെ ധാരയായിട്ട് ഒഴുകുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ലെന്നേ, ഈ തണുത്ത എയറല്ലേ മുഖത്തോട്ടടിച്ച് കയറുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. അവൻ പറയുന്നുണ്ട് ഇതങ്ങ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓക്കെയാണ്, AC ഓക്കെ ആണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരിയാടാ മോനെ, എനിക്കിപ്പോൾ ഒരു 80% എനിക്കിപ്പോൾ വരെ തെറ്റൊക്കെ പറ്റും കേട്ടോ. കാരണം ഒറ്റ ശ്വാസത്തിൽ ഇത് കട്ട് ചെയ്യാതെ ഒറ്റ ശ്വാസത്തിൽ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ വരാം കേട്ടോ, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ അവരോട് പാലിലഴിക്കാൻ പറഞ്ഞ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാലിലഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സെൻസർ. അപ്പോൾ അടുത്ത ഐസ് എന്തുകൊണ്ട് സംഭവിക്കാം? സെൻസർ കൊണ്ട് സംഭവിക്കാം. കാരണം സെൻസറിന് എന്തെങ്കിലും ക്ലാവ് പിടിച്ചിരിപ്പുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റുകളുണ്ടെങ്കിലോ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് പോകാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക, ഗ്യാസ് സർക്കുലേഷൻ ചെയ്ത് അതായത് നിങ്ങൾക്കറിയാമല്ലോ PC ബോർഡിൻ്റെ പ്രവർത്തനത്തെ പറ്റിയൊക്കെ ഞാൻ വിശദീകരിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താ അതിലും ഒരു കുഴപ്പവും കാണുന്നില്ലെന്നേ. അപ്പോൾ പിന്നെ നമ്മൾ അനുമാനത്തിയേറ്റ കംപ്ലയിൻ്റ് ഉണ്ടല്ലോ, ഏതാണ്? ഫിൽറ്ററിൻ്റെ. അതാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഏകദേശം 100% ഉറപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ ഒന്നും നോക്കണ്ട, നിങ്ങൾ പാലെല്ലാം കിട്ടോ സെറ്റാക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളായിരിക്കും ഇവൻ എന്തൊരു പൊട്ടനാടാ, എന്നാൽ പിന്നെ ആദ്യമേ അതങ്ങ് നന്നാക്കിയാൽ പോരെ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള മറുപടി ഞാൻ ആദ്യമേ പറഞ്ഞു തന്നല്ലോ. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അഴിച്ചെടുത്ത് അതേ സ്ക്രൂ തന്നെ അതേ ഇടത്ത് തന്നെ വീണ്ടും ഇടണം കേട്ടോ. ആരുടെ പോക്കറ്റ് ഇട്ടുണ്ടൊക്കെ സമയം ലാഭിക്കാൻ വേണ്ടി പോകല്ലേ. കാരണം വേറെ ഏതെങ്കിലും ടെക്നീഷ്യന്മാർ പിന്നീട് ഏതെങ്കിലും ഒരു പണിക്ക് വേണ്ടി തുറക്കുമ്പം നമ്മളെ വെറുതെ എന്തിനാ ചീത്ത വിളിക്കാൻ ഇടയാക്കുന്നത്? അതുകൊണ്ട് കാര്യമില്ല, കറക്റ്റായിട്ട് തന്നെ ഒരെണ്ണം പോലും മിസ്സാക്കാതെ എല്ലാം ഇടുക. ഇതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മുടെ ഓരോ പണിയിലും ഓരോ രീതിയിലുള്ള പെർഫെക്ഷൻ, ഒരു തരത്തിലും ദോഷം പറയേണ്ടവരാണേ നല്ലത് കണ്ടാലും പറയും. എന്താ പറയുക, വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചിട്ട് പഴത്തിന് ഉപ്പില്ല കേട്ടോ എന്ന് പറഞ്ഞ ടീംസാണ് നമ്മൾ മലയാളീസ്. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ഞെക്കിയിട്ട് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ഞെക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് ആ 2 വാക്കായിട്ട് കമൻറ്റും അടിച്ചിട്ടിട്ട് ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് എന്താ കാര്യം? അവർ ഷെയർ ചെയ്യാനായിട്ട് കാര്യമുണ്ട്. ഇതിപ്പോൾ ടെക്നീഷ്യന്മാർ മാത്രമല്ല, ഇപ്പോൾ ഒരു വീട്ടുകാർ ഒരു ക്ലയൻറ്റായി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടെ തണുക്കത്തില്ല, ഒന്ന് പാലിൽ അയച്ചു നോക്കുമ്പോൾ ഐസ് പിടിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അന്ന് ആ മെറി പറഞ്ഞ പോലെ നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം, ആ ഫിൽറ്റർ ഒന്ന് വാഷ് ചെയ്തിട്ട് നോക്കാം. ആ ഫിൽറ്റർ വാഷ് ചെയ്തിട്ട് ആ കംപ്ലയിൻ്റ് ആണെങ്കിൽ സോൾവ് ആയില്ലേ? എന്നിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ടെക്നീഷ്യനെ വിളിച്ച് പൈസ കളഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ല്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ ഇനിയും ഇതേപോലെ ഒരുപാട് വീഡിയോകളൊക്കെ ഇങ്ങനെ
ചറപ്പറാന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. പണ്ട് കുറച്ച് നാളായി ചാനൽ തുടങ്ങിയിട്ടെങ്കിലും അന്നൊക്കെ ഞാൻ കുറേ മടി പിടിച്ചിരുന്നേ. ഇപ്പോൾ വീണ്ടും എനിക്കൊരു ഉത്സാഹമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്യാമെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഉത്സാഹം ഉണ്ടാകും. അപ്പോൾ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മളിട്ട് നമ്മൾ പിന്നെ ഒരു 10-15 മിനിറ്റ് കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി. ഒരു പ്രശ്നവും കാണുന്നില്ല. ഞാൻ പിന്നെ ഇത് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഞാൻ ആ പാനൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഐസിൻ്റെ ഫോം എവിടെയെങ്കിലും സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് നോക്കി, എങ്ങും സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ പക്കയാണ്. ക്ലയൻറ്റിനോട് നമുക്ക് 100% ഉറപ്പോടുകൂടി പറയാം, എൻ്റെ പൊന്ന് ക്ലയൻറ്റ് വർക്ക് കിടന്നിട്ടുണ്ട്, ഇത്ര പൈസ തായോ, ഞങ്ങൾ പോട്ടെ എന്ന് നമുക്ക് പറഞ്ഞ് പോവുകയും ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഒരു ടാറ്റ പറയുവാണ്. ഒന്നുകൂടെ പറയണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് എത്രയും വേഗം തന്നെ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.